സോഷ്യൽ മീഡിയ നിറയെ നിങ്ങൾ കണ്ട സുന്ദരിമാരുടെ സാരി ഫോട്ടോസ് ആണ്. പല നിറത്തിലുള്ള പല പോസിലുള്ള സുന്ദരിമാരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. സാധാരണ ഒരു ഫോട്ടോ കൊടുത്താൽ ഗൂഗിളിന്റെ ജെമിനി AI കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് അടിപൊളി ഫോട്ടോസ് തരും. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന നാനോ ബനാന ട്രെൻഡിനെ കുറിച്ചും അതിന് പിന്നിലെ അപകടങ്ങളെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാണുന്നതെല്ലാം സത്യമല്ല എന്ന് പറയുന്നത് പോലെ ഈ മനോഹരമായ ചിത്രങ്ങൾക്ക് പിന്നിൽ വലിയ കെണികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആകർഷകമായ സാരി ചിത്രങ്ങളിലൂടെയും മറ്റ് എഡിറ്റുകളിലൂടെയും ഉപയോക്താക്കളെ ആകർഷിക്കുന്ന ഈ ആപ്ലിക്കേഷനുകൾക്ക് നമ്മുടെ സ്വകാര്യ വിവരങ്ങളിലേക്കും സുരക്ഷയിലേക്കും കടന്നു കയറാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്താണ് നാനോ ബനാന എന്ന് ചോദിച്ചാൽ, ഗൂഗിളിന്റെ ജെമിനി ആപ്പിലുള്ള ഒരു ഇമേജ് എഡിറ്റിംഗ് AI ആണ് നാനോ ബനാന. ഇത് ചെറിയ രൂപങ്ങളെ ഓർമ്മിപ്പിക്കുന്ന 3D എഡിറ്റുകൾ നിർമ്മിച്ചാണ് ആദ്യം പ്രശസ്തി നേടിയത്. എന്നാൽ ഈ രീതി പെട്ടെന്ന് തന്നെ മറ്റു ഫോർമാറ്റുകളിലേക്കും വ്യാപിച്ചു. അതിൽ ഏറ്റവും പ്രശസ്തമായതും ഏറെ പ്രചാരത്തിലുള്ളതും സാരി ഫോട്ടോ എഡിറ്റുകളാണ്. ഈ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ വലിയ സാങ്കേതിക വൈദഗ്ധ്യമോ പണമോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ പിന്നെ നാനോ ബനാന വെച്ച് കുറച്ച് അടിപൊളി ഫോട്ടോസ് ഉണ്ടാക്കി എടുത്തൂടെ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ നാനോ ബനാന ട്രെൻഡുമായി ബന്ധപ്പെട്ട അപകടങ്ങളെ കുറിച്ചും പലരും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഒരു യുവതിയുടെ അനുഭവം നിങ്ങളൊന്ന് കേട്ടോളൂ. സാരിയെടുത്ത ചിത്രം ജെമിനി നാനോയിൽ പരീക്ഷിച്ചപ്പോൾ കയ്യിലെ ഭാഗത്ത് മറുകുള്ള ചിത്രമാണ് യുവതിക്ക് ലഭിച്ചത്. എന്നാൽ ആ മറുകു മറച്ച ചിത്രമായിരുന്നു അപ്ലോഡ് ചെയ്തത്. തന്റെ ശരീരത്തിൽ ഒരു മറുകുള്ള വിവരം ജെമിനി എങ്ങനെ അറിഞ്ഞെന്നാണ് യുവതി ചോദിക്കുന്നത്. ആരും കാണാത്തതൊക്കെ ജെമിനി കാണുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. നാനോ ബനാന ട്രെൻഡുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെ കുറിച്ച് ഇന്ത്യൻ പോലീസ് സർവീസ് ഓഫീസർ VC സജ്ജനാർ ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഇന്റർനെറ്റിലെ ട്രെൻഡിംഗ് വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കുക. നാനോ ബനാന ഭ്രാന്തിന്റെ കെണിയിൽ വീഴുന്നത് അപകടകരമാണ്. നിങ്ങൾ വ്യക്തിഗത വിവരങ്ങൾ ഓൺലൈനിൽ പങ്കുവച്ചാൽ തട്ടിപ്പ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു ക്ലിക്കിലൂടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം കുറ്റവാളികളുടെ കൈകളിലെത്താം എന്നാണ് അദ്ദേഹം എക്സിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത്. ജെമിനിയുടെ പ്ലാറ്റ്ഫോമിനെ അനുകരിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളോ അനൌദ്യോഗിക ആപ്പുകളോ ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. വൈറൽ AI ടൂളുകളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഉപയോക്താക്കൾ മുൻകരുതൽ എടുക്കണമെന്നും വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. സെൻസിറ്റീവ് അല്ലെങ്കിൽ സ്വകാര്യ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. ലൊക്കേഷൻ ടാഗുകൾ പോലുള്ള മെറ്റാ ഡേറ്റ നീക്കം ചെയ്യുക. സോഷ്യൽ മീഡിയയിലെ പ്രൈവസി സെറ്റിംഗ്സുകൾ കർശനമാക്കുക എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചിത്രങ്ങൾ പങ്കിടുന്നത് പരിമിതപ്പെടുത്തുന്നതും ദുരുപയോഗ സാധ്യത കുറയ്ക്കുമെന്നും പറയുന്നു. എന്തൊക്കെയായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ നാനോ ബനാന ട്രെൻഡ് നിറഞ്ഞു നിൽക്കുന്നു. ചുരുക്കത്തിൽ നാനോ ബനാന പോലുള്ള AI ടൂളുകൾ ആകർഷകമാണെങ്കിലും അവ ഉപയോഗിക്കുമ്പോൾ നാം അതീവ ജാഗ്രത പുലർത്തണം. വ്യക്തിപരമായ ചിത്രങ്ങളോ വിവരങ്ങളോ പങ്കുവെക്കുമ്പോൾ അവ എത്രത്തോളം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഓൺലൈൻ തട്ടിപ്പുകൾക്ക് സാധ്യതയുണ്ടെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് അവഗണിക്കരുത്. ടെക്നോളജിയുടെ വളർച്ചയ്ക്കൊപ്പം അതിന്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം. ഓർക്കുക, സൈബർ ലോകത്തൊരു ക്ലിക്ക് മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ. അതിനാൽ ഡിജിറ്റൽ ലോകത്ത് ശ്രദ്ധയോടെ മാത്രം ഇടപെടുക. ട്രെൻഡിന് പിന്നാലെ പായുമ്പോൾ സുരക്ഷയെക്കുറിച്ച് മറക്കാതിരിക്കുക. ന്യൂസ് ഡെസ്ക് ഈ നടുമലയാളം.